നമുക്കിന്നിവിടെ എൻഡോമെട്രിയൽ ബയോപ്സി എന്താണെന്ന് നോക്കാം. യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ നിന്നും ടെസ്റ്റിന് എടുക്കുന്നതാണ് എൻഡോമെട്രിയൽ ബയോപ്സി. നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോമെട്രിയത്തിലെ ഹോർമോണൽ ചേഞ്ചസോ അറിയാനൊക്കെ നമുക്ക് എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കുന്നത് സഹായിക്കും. സാധാരണമായും എൻഡോമെട്രിയൽ ക്യാൻസർ പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കാണാറുള്ളത്. പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ബ്ലീഡിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, അതല്ല പീരീഡ്സ് കഴിയാത്ത സ്ത്രീകളിൽ, പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള സ്ത്രീകളിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക പീരീഡ്സ് ടൈമിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്, ഇടയ്ക്കുള്ള സമയങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാവുക, ഇതെല്ലാം എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം. അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന സ്ത്രീകൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ സമീപിച്ച് എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കേണ്ടത് ആവശ്യമാണ്. എൻഡോമെട്രിയൽ ബയോപ്സി നമുക്ക് സാധാരണ ഒരു OP പ്രൊസീജിയറായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ OPയിൽ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർ ഒരു ചെറിയ ട്യൂബ്, പിപ്പൽ എന്ന് പറയും, നമ്മുടെ യൂട്രസിനകത്തോട്ട് കടത്തിവിട്ട് സക്ഷൻ വഴിയാണ് എൻഡോമെട്രിയൽ ബയോപ്സി സാധാരണമായി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പരിശോധിക്കുന്ന സമയത്ത് വരുന്നൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു ടെസ്റ്റിൻ്റെ സമയത്തും ഉണ്ടാകാറുള്ളൂ. അമിതമായ വേദനയൊന്നും സാധാരണ സ്ത്രീകൾക്ക് കാണാറില്ല. ചില സ്ത്രീകളിൽ മാത്രം നമുക്ക് OPയിൽ എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കാൻ കഴിയാതെ വരുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ മാത്രം മയക്കം തന്ന്, അതായത് അനസ്തേഷ്യ തന്ന് DNC ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി ബയോപ്സി എന്ന പ്രൊസീജിയർ വഴിയോ എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കേണ്ടതായിട്ട് വരാം. അത് കഴിഞ്ഞ് ഒരു 1-2 ദിവസം ചില സ്ത്രീകളിൽ ചെറിയ ബ്ലീഡിങ്ങോ അടിവയറ്റിലുള്ള ചെറിയ വേദന കാണാറുണ്ട്. പക്ഷേ അങ്ങനെ അധികമായ ബ്ലീഡിങ്ങോ വലിയ പെയിനോ ഒന്നും സാധാരണ കാണാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലീവ് ഒന്നും എടുക്കേണ്ട ആവശ്യം എൻഡോമെട്രിയൽ ബയോപ്സിക്ക് ശേഷം വരാറില്ല. നമുക്ക് സാധാരണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ഫർദറായിട്ട് യൂട്രസ് റിമൂവലോ വേറെ എന്തെങ്കിലും ചികിത്സയോ വേണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.